ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ നിത്യവും 1 മിനിറ്റ് ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. തീരാത്ത പ്രശ്നങ്ങളില്ല, കടബാധ്യതകൾ തീരാനും ഒക്കെ ഒരു വഴി തുറന്നു കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല തീരാത്ത പ്രശ്നങ്ങളൊക്കെ തീരും. ഇത് ദിവസവും രാവിലെ നിത്യവും 1 മിനിറ്റ് പോലും വേണ്ട, ഈ പറയുന്ന കാര്യം ചെയ്തു നോക്കുക. ഇതും ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. ലളിതമായി ചെയ്യാവുന്ന കാര്യം, 1 രൂപ മുടക്കില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാകണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അതിനകത്ത് സംശയമൊന്നും വേണ്ട. അത് ചിലപ്പം കുറച്ച് ദിവസം ആവർത്തിക്കേണ്ടി വരും, അല്ലെ കുറച്ച് നാൾ ചെയ്യേണ്ടി വരും. ചിലർക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാകാം. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ തീരാ ദുരിതങ്ങൾ, ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങൾ, കടബാധ്യത, കലഹം, കല്യാണം നടക്കുന്നില്ല, പിന്നെ ലോണ് എല്ലാം കടം കയറി ഒരവസ്ഥയായിരിക്കുകയാണ്. അപ്പം ഇതെല്ലാത്തിനും ഏതെങ്കിലും ഒരു വഴി തുറന്നു കിട്ടുമെന്നുള്ളതാണ്. പിന്നെ എല്ലായിടത്തും പ്രശ്നങ്ങൾ, സർവ്വവിധ ദുരിതങ്ങൾ, എപ്പോഴും എവിടെ എന്തിനു പോയാലും പരാജയം, ജോലി സ്ഥാനക്കയറ്റം കിട്ടുന്നില്ല. ഏത് കാര്യത്തിനും ഈ ഒരു പ്രാർത്ഥന ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്തുകൊണ്ട് മാത്രം മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. നമ്മളിത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, ഇത് വിശ്വാസത്തോടെ ചെയ്യേണ്ടി വരും. അതോടൊപ്പം നമ്മുടെയും കൂടെ ഒരു പ്രയത്നവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാകണം. അപ്പോഴാണ് മാറ്റം വരുന്നത്. അത് ചെയ്ത് നോക്കുക, നല്ല കാര്യമാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ശക്തി. അപ്പം അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. കുറേ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് എങ്ങനെ ചെയ്യുന്നുള്ള രീതി പറയും. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ക്ഷേത്രത്തിലൊക്കെ ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും സ്വയം ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയാറുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഒരു കുഴപ്പമില്ല. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരാം. രാവിലെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് നമ്മൾ ഈ കിടക്കപ്പായിരുന്നുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുളിമുറിയിൽ കയറി അവിടെ നിന്നുകൊണ്ട് ചില പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ നിങ്ങൾ ചൊല്ലുന്നതൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് കുളിമുറിക്കും വീടിനും ഇടയ്ക്കായിട്ട് വെളിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ കയ്യിൽ അല്പം വെള്ളമെടുത്ത് ഉള്ളം കയ്യിൽ തൊട്ട് കൂട്ടിത്തിരുമി കിഴക്കോട് തിരിഞ്ഞു നിന്നാൽ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ആദ്യം ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ. എന്നിട്ട് ഭഗവാൻ നാരായണനെ മനസ്സിൽ സങ്കല്പിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് കേട്ടോ. എൻ്റെ കുടുംബത്തിലെ അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള അഖില പിതൃക്കൾക്കും, പഞ്ചഭൂതങ്ങളാലും മരണപ്പെട്ട അഖില പിതൃക്കൾക്കും വിഷ്ണുപാദത്തിൽ സായുജ്യം നൽകുമാറാകണേ ഭഗവാനെ. നാരായണ ഭഗവാനെ, ഞാൻ അവർക്ക് വേണ്ടി ഭഗവാനോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ, വിഷ്ണുപാദത്തിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട അച്ഛൻ വഴിയോ അമ്മ വഴിയുള്ള അഖില പിതൃക്കൾക്കും സായുജ്യം നൽകുവാൻ കരുണ ഉണ്ടാകണേ ഭഗവാനെ. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഇത് ജപിച്ചു കഴിഞ്ഞ് ഒന്നുകൂടി വെള്ളം തൊട്ട് കൈയൊന്ന് കൂട്ടിത്തിരുമണം. പിന്നെ ജപിക്കണ്ട. ഇത് മനസ്സുകൊണ്ട് ജപിക്കുക. ഈ ഒരു വിദ്യ ഇതെപ്പോഴാണ്? കുളിമുറിക്കും നിങ്ങളുടെ വീടിനും ഇടയിലുള്ള വെളിയിലുള്ള സ്ഥലത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ചെയ്യണം. അത് കാര്യമുണ്ട്. എന്നിട്ട് നിങ്ങൾ വീട്ടിലോട്ട് കയറി നിങ്ങൾക്ക് ദേവിയെ പ്രാർത്ഥിക്കുന്നതും കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നതും ശിവനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ, പിന്നെ ദേവതകളെ പ്രാർത്ഥിക്കാം. പറഞ്ഞാൽ മനസ്സിലാകും. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ചെയ്യുക, കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ചെയ്യുക. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇത് നിങ്ങൾ നിത്യേന ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. എന്ന് വെച്ച് ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ചിലർക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാകാം. നിങ്ങളത് ആത്മാർത്ഥതയോടെ ആകാശത്തേക്ക് നോക്കി വേണം പ്രാർത്ഥിക്കാൻ. ആ പിതൃക്കൾക്ക് നിത്യശാന്തി, ദൈവികമായ ആ വിഷ്ണുപാദത്തിൽ സായുജ്യം പിതൃക്കൾ. ഇപ്പം എൻ്റെ കുടുംബത്തിലെ അച്ഛൻ വഴി അമ്മ വഴിയുള്ള പിതൃക്കൾക്ക് വിഷ്ണുപാദത്തിൽ സായുജ്യം നൽകുമാറാകണേ ഭഗവാനെ. ഓം നമോ നാരായണായ. ഞാൻ അതിനുവേണ്ടി ഭഗവാനോട് അപേക്ഷിക്കുന്നു. ഭഗവാന് കോടിക്കോടി മഹത്വമെന്നും കൂടെ പറയണം കേട്ടോ. ഓം നമോ നാരായണായ എന്ന് ജപിക്കണം. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഓം നമോ നാരായണായ എന്ന് ജപിക്കണം.
പ്രാർത്ഥന കഴിഞ്ഞും ഓം നമോ നാരായണായ എന്ന് ജപിക്കണം. മനസ്സുകൊണ്ട് ജപിച്ചാൽ മതി, മനസ്സുകൊണ്ട്. ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ക്രമേണ പരിഹാരം ഉണ്ടായി തുടങ്ങും. കടബാധ്യതകളുണ്ട്, അതിനൊക്കെ വഴികൾ തെളിഞ്ഞു കിട്ടും. പിന്നെ അത് പ്രയോജനപ്പെടുത്തുന്നുള്ളത് അവനവൻ തന്നെയാണ്. വഴികൾ തുറന്നു കിട്ടും. പിന്നെ നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ നടക്കും. ജോലിയിൽ ഉയർച്ച, പ്രമോഷൻ, പുതിയ ജോലി, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, ഭൂമി വീട് ഇല്ലാത്തവർക്ക് ഭൂമി വീട് എന്ന് വേണ്ട, വീട്ടിലെ കലഹങ്ങൾ മാറുക, ധനമുണ്ടാകുക, സർവ്വവിധ ഐശ്വര്യങ്ങളും പിതൃപ്രീതി കൊണ്ട് ഉണ്ടായി വരും. നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ചില കാര്യങ്ങളൂടെ ചെയ്യണം കേട്ടോ. അപ്പോഴാണത് മുഴുവൻ അതുകൊണ്ട് ഫലം ഉണ്ടാകും. ഇത് നമ്മളൊരു പ്രാർത്ഥന ചെയ്യുന്നു. ഇത് കൂടാതെ നിങ്ങൾ വർഷത്തിലൊന്ന് കർക്കിടക ബലിയിടണം. അതെല്ലാവർക്കും അറിയാമല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒരാൾ വീട്ടിൽ നിങ്ങളുടെ ഒരാൾ മരിച്ചു കഴിഞ്ഞ് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം കഴിവതും നന്നായിട്ട് ചെയ്യണം. അവിടെ ഏറ്റവും പ്രധാനം പ്രാർത്ഥനയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. നാരായണനോടാണ് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പൗർണമി ദിവസം വെളുത്തുവാവിനന്ന് അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഭഗവാന് പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, തുളസിമാല കയ്യിൽ പിടിച്ച് ഈ ഒരു തുളസിയിലൂടെയെങ്കിലും പുണ്യം എൻ്റെ കുടുംബത്തിന് നൽകണേ എന്ന് പ്രാർത്ഥിച്ച് നടക്കി വെച്ചു കഴിഞ്ഞാൽ അത് ഒരു വലത്ത് വെച്ച് വെക്കുക, അല്ലെങ്കിൽ 3 വലത്ത് വെച്ച് വെക്കുക. ഒരു വലത്ത് വെച്ച് വെച്ചാൽ മതി. അത് പ്രത്യേക ഫലമാണ്. ഒരു വലത്ത് വെച്ചിട്ട് വെച്ചാൽ ഒരു തുളസിയിലയുടെ പുണ്യം നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുമ്പോൾ നിങ്ങളുടെ പിതൃക്കൾക്കും അതിന് അനുഗ്രഹം ഉണ്ടാവും. ഇത് പൗർണമിയുടെ അന്ന് രാവിലെ ചെയ്യുക. പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പിന്നെ ഒരു അല്പ എള്ളെണ്ണ ഈ പിതൃക്കൾക്ക് സായുജ്യം നൽകണ ഭഗവാനെ നാരായണ എന്ന് പറഞ്ഞ് നടക്കി വെക്കുക. അതിനുവേണ്ടി സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞ് നടക്കി വെക്കുക. വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ഇത് ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും അല്ല. അത്തരം ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ശിവന് നിങ്ങളുടെ പക്കനാളിന് കരിക്കഭിഷേകം ചെയ്യുക, പാൽപ്പായസം, കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയ അർച്ചന, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിതൃപ്രീതി ഉണ്ടായി വരും. സംശയം വേണ്ട കാര്യത്തിൽ. അതൊക്കെയാണ് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുന്നത്. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും, പിതൃപ്രീതി ഉണ്ടാകും. ആ പിതൃക്കൾക്കും ഈശ്വരീയമായ സദ്ഗതി ഉണ്ടാകും. അതായത് അതിൻ്റെ രഹസ്യം എന്നാന്ന് പറയുമോ? ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്തുനിന്ന് വീണതൊന്നുമല്ല. എനിക്ക് അച്ഛനുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്, ഒരു തലമുറയുടെ ഭാഗമാണ്. അപ്പോൾ ഈ തലമുറ വഴിയുള്ള DNA, ആ DNAയിൽ നമ്മുടെ മുൻപ് ജീവിച്ചിരുന്നവരുടെ ചില ഗുണങ്ങളും ചില കഴിവുകളും ഒക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ അപ്പൂപ്പൻ കുറച്ച് ജ്യോതിഷം അറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ DNAയിൽ അതുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ നല്ലൊരു സ്പോർട്സ് താരമായിരുന്നു. അപ്പം എൻ്റെ ആ അച്ഛൻ്റെ പെങ്ങളുടെ മോനും സ്പോർട്സ് താരമാണ്. ഇതെല്ലാം DNAക്കകത്തുണ്ട്. ഇത് ഒരു തലമുറ ഹൈഡായിട്ടിരിക്കും. ഒരു തലമുറ ചിലപ്പം ചിലപ്പോൾ ഒരു തലമുറ ഹൈഡായിട്ട് വരാം. ഇങ്ങനെ എന്നാലും DNAയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ചിലപ്പം തലമുറകൾ തന്നെ ചില ഗുണങ്ങൾ ഹൈഡായിട്ടിരിക്കും, എപ്പോഴെങ്കിലും അത് പ്രകടമാകും. അപ്പോൾ ഈ DNAക്കകത്ത് നമ്മുടെ കുടുംബത്തിലെ നമ്മളുടെ തലമുറയിലുള്ളവരുടെ ഗുണങ്ങളും ദോഷങ്ങളും, ഗുണങ്ങളുണ്ടെങ്കിൽ ദോഷങ്ങളും കാണുമല്ലോ, ഉണ്ടാകും. അതോടൊപ്പം അവർ ചെയ്ത കർമ്മങ്ങളുടെ ആ കാർമിക് എഫക്റ്റും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ DNA ഉണ്ട്. ഇപ്പോൾ എൻ്റെ DNAയിൽ എൻ്റെ കുടുംബത്തിലെ ആ മുൻപ് ജീവിച്ചിരുന്നവരുടെ ആ ഗുണങ്ങളും ദോഷങ്ങളും അവരുടെ കാർമിക് എഫക്റ്റും ഒക്കെ എൻ്റെ DNAയിൽ കാണും. അപ്പോൾ എൻ്റെ DNA, എൻ്റെ ബോധം, അത് എൻ്റെ ബോധത്തിൻ്റെ ആ സൂക്ഷ്മമായ ആ കോശങ്ങൾക്കുള്ളിലെ ആ സൂക്ഷ്മമായ ബോധം അത് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, ഈശ്വരചിന്തയാൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ എൻ്റെ ഉള്ളിലെ ആ എനർജി മാറ്റം വരുമ്പോൾ എനർജി എല്ലാം കണക്റ്റഡാണ്. ആ പിതൃക്കളുടെ ആ എനർജിയും ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പിതൃക്കൾക്ക് സായുജ്യം കിട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്യും. നമ്മൾ ചെയ്യുന്ന സത്പ്രവൃത്തി പിതൃക്കൾക്കും ഗുണം ചെയ്യും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്നദാനം ചെയ്യുക, അഗതികൾക്ക് ആഹാരം കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ പിതൃക്കൾക്കും അതിൻ്റെ സായുജ്യം, ഈശ്വരീയമായ സദ്ഗതി ലഭിക്കും. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്കും കിട്ടും. അതാണ് അന്നദാനം പിതൃപ്രീതിക്ക് നല്ലതാണെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾ ചെയ്യും. പക്ഷേ ഇതൊന്നും ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ശരിയായിട്ട് നമ്മൾ ചെയ്യാൻ മടിക്കുന്നത്.
അപ്പോൾ അന്നദാനം വൃദ്ധസദനങ്ങളിൽ ചെയ്യാം. അർഹിക്കുന്ന ആർക്കും നമ്മൾ ആഹാരം മേടിച്ചു കൊടുക്കുക, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതിന് ദിവസമോ നക്ഷത്രമോ തിഥിയോ ഒന്നും നോക്കണ്ട. പിന്നെ ചില ദിവസങ്ങളിൽ അന്നദാനം ചെയ്താൽ അതുകൂടെ നല്ലതാണ്. ഇപ്പോൾ വ്യാഴാഴ്ചകളിൽ അന്നദാനം നല്ലതാണ്, ശനിയാഴ്ചകളിൽ അന്നദാനം നല്ലതാണ്. അത് ഒരു രീതി. പിന്നെ അതല്ല, നമുക്ക് അതോടൊപ്പം എപ്പം വേണേലും അന്നദാനം ചെയ്യാം. അർഹിക്കുന്ന ആർക്കും അന്നദാനം ചെയ്യാം. അന്നദാനം വസ്ത്രദാനം ഇത് രണ്ടും പിതൃപ്രീതി ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അന്നദാനം ചെയ്യുമ്പോൾ അർഹിക്കുന്നവർക്കായിരിക്കണം. ഇപ്പോൾ വൃദ്ധസദനങ്ങളിലൊക്കെ നമുക്കത് ശരിയായിട്ട് നമ്മൾ കൊടുക്കുന്ന പിന്നെ അത് അരി ആയിക്കോട്ടെ ധനമായിക്കോട്ടെ അവരത് ഉപയോഗിക്കുന്നു എന്ന് ബോധ്യപ്പെടണം കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ദാനമാണ് ആ പിതൃക്കൾക്കും ഈശ്വരമായ സദ്ഗതി ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പിതൃപ്രീതി ഉണ്ടായി വരുമെന്നുള്ളതാണ്. ഈ പിതൃപ്രീതി ഇല്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണം. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും, അല്ലാതെ അത് മനസ്സിലാകത്തില്ല. അപ്പം ഈ ചിലർക്ക് സന്താനങ്ങൾ ചില കുടുംബത്തിൽ കാണത്തേയില്ല, സന്താനങ്ങൾ അറ്റുപോവുക, പിന്നെ അപ്രതീക്ഷിതമായ പല അപകടങ്ങളും, പിന്നെ തൊഴിൽ ചെയ്താൽ ഒരു ഗതിയില്ല, വീട്ടിൽ കലഹം, പിന്നെ പ്രശ്നങ്ങൾ, മക്കൾ ഒരു വഴി, അച്ഛൻ ഒരു വഴി, അമ്മ ഒരു വഴി. ഇതൊക്കെ ഒരു സുഹൃതക്ഷയമാണ്. പിതൃപ്രീതി ഉണ്ട്, ഇതെല്ലാം മാറുമെന്നുള്ളതാണ്. കടം കയറി ഒരു പരുവമാകും. ഈ കടം കയറുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾക്ക് പരാജയം ഉണ്ടാകുകയും നമ്മുടെ ബുദ്ധിയെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അബദ്ധങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ശരിയായിട്ട് സമയത്ത് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് കടങ്ങൾ കയറുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങൾ തന്നെയാണ് കടം. ഇതൊക്കെ ഒരു ഈശ്വരാധീനം പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറും. 1000 ഹോമങ്ങൾ കൊണ്ട് കിട്ടാത്ത ഫലം പിതൃപ്രീതി കൊണ്ട് കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം പിതൃക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈശ്വര്യമായൊരു സദ്ഗതി ഉണ്ടാകുമ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അന്നദാനം നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ നമുക്ക് പറ്റുന്ന അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മാസത്തിലൊന്ന് അവർക്ക് പുതുവസ്ത്രം വാങ്ങി കൊടുക്കണം. അവർക്ക് ഒരു ദക്ഷിണയും കൂടെ കൊടുക്കുക, അവരുടെ പാദം തൊട്ട് വന്ദിക്കുക, അവരോട് അല്പനേരം ചെലവഴിക്കുക. ഇതൊക്കെ ഏറ്റവും നല്ലതായിട്ട് അവരുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ പിതൃക്കളും സന്തോഷിക്കും, സംശയം വേണ്ട. അപ്പം ഇതൊക്കെ ചെയ്യാതെ ലോകം മുഴുവൻ എത്രയൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്താലും അതുകൊണ്ടൊന്നും ഒരു വലിയ കാര്യമില്ല. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ട്, അത് ചെയ്തത് നല്ലതാണ്. ഞാൻ സത്യമായ കാര്യമാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യുന്നതും നല്ല പിതൃപ്രീതി ഉണ്ടാകുന്ന കാര്യമാണ്. പിന്നെ ഈ ക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യുന്നതോടൊപ്പം ഈ വിഷ്ണു ക്ഷേത്രത്തിൽ സെറ്റുമുണ്ട് സമർപ്പിക്കുന്നതും പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും. അത് വ്യാഴാഴ്ചയോ പൗർണമിയോ ഏതെങ്കിലും ദിവസം ചെയ്യുക, നല്ലതാണ്. കർത്തവാവിൻ്റെ അന്നോ ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സെറ്റുമുണ്ട് ഭഗവാന് സമർപ്പിക്കുക. ഭഗവാന് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും തുളസിമാലയും സമർപ്പിക്കുക. ഒരു തുളസിയിലേതെങ്കിലും പുണ്യം എനിക്ക് എൻ്റെ കുടുംബത്തിന് തരണേന്ന് പറഞ്ഞ് വേണം അപേക്ഷിക്കണം. അങ്ങനെ സമർപ്പിക്കുക. പിന്നെ തിരുമേനിക്ക് ഒരു സെറ്റുമുണ്ട് കൊടുക്കുക, ഒരു ദക്ഷിണയും കൊടുക്കുക. അവിടെ വൃത്തിയാക്കുന്ന അടിച്ചുകളിക്കാരി അമ്മമാരോ അല്ല ആരെങ്കിലും ഉള്ള അവർക്കും അവരോട് നേരത്തെ ചോദിക്കണം എന്താ വേണ്ടത്. അമ്മമാരാണെങ്കിൽ സാരിയും ഒരു ദക്ഷിണയും കൊടുക്കുക. ഇതൊക്കെ പിതൃപ്രീതി ഉണ്ടാകും. മാത്രമല്ല ചുറ്റുവിളക്ക് തെളിയിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ വൈകുന്ന പാട് പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഞായറാഴ്ച ചെയ്താൽ പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകും. ഭദ്രകാളി, ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ കർത്തവാവിൻ്റെ അന്ന് അമ്മയ്ക്ക് കടുംപായസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൊടുക്കുക. എന്നിട്ട് കുളത്തിൽ മലര് കൊണ്ട് മീനൂട്ട് നടത്തുക. പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകും. ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. പക്ഷെ എല്ലാവരും രാവിലെ പറഞ്ഞ പ്രാർത്ഥന ചെയ്യണം. ആ കുളിമുറിക്കും നിങ്ങളുടെ വീടിനും ഇടയിൽ നിന്നുകൊണ്ടുള്ള ആ സ്ഥലത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്നുള്ള പ്രാർത്ഥന ഇതെല്ലാവരും ചെയ്യണം. പിന്നെ ഈ വഴിപാടുകൾ ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും നിങ്ങൾ ചെയ്യുക. പലർക്കും പലതായിരിക്കും പറ്റുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ എത്രയോ ആളുകൾ കാണുന്നു. അപ്പം പലർക്കും പല കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ പ്രാർത്ഥനയോടൊപ്പം കേട്ടോ. അപ്പം ഇതെല്ലാം പിതൃപ്രീതി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അതുപോലെ സൂര്യനെ വന്ദിക്കുക, സൂര്യനെ തൊഴുക. ഇതും പിതൃപ്രീതി ഉണ്ടാകും. കാരണം സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃകാരകനാണ് സൂര്യൻ്റെ അനുഗ്രഹം പിതൃപ്രീതി ഉണ്ടാകുക തന്നെ ചെയ്യും. സൂര്യനെ ഈ മഹർഷിമാർ ഋഷിമാർ ഇതൊക്കെ സൂര്യവന്ദനമുണ്ട് രാവിലെ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പിതൃപ്രീതി ഉണ്ടാകുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരത്തുള്ളൂ. അത് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണെങ്കിലും. അപ്പോൾ സൂര്യനെ വന്ദിക്കുന്നത് നല്ലതാണ്. സൂര്യനെ രാവിലെ തൊഴുന്നത് നല്ലതാണ്. നിങ്ങൾ സൂര്യനെ ഒന്ന് തൊഴുതു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. ചെറിയ കാര്യമല്ലത്. ഓം സൂര്യായ നമാന്ന് മാത്രം ജപിച്ചാലും മതി. അല്ലെ സൂര്യഭഗവാനെ കോടി കോടി പ്രണാമം മഹത്വം എന്ന് നിങ്ങൾ ആത്മാർത്ഥയോടെ എന്നിട്ട് സൂര്യനെ നേരിട്ട് നോക്കണമെന്നില്ല. നിങ്ങൾ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ മതി.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 ദിവസം ചെയ്ത് നോക്കി, ഒരു മാസം ചെയ്ത് നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല മാറ്റങ്ങളും ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് അപാരമായ കോൺഫിഡൻസ് ഉണ്ടാവും. സൂര്യനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പല തടസ്സങ്ങളും മാറും. നിങ്ങളുടെ ബുദ്ധി നല്ലതായിട്ട് പ്രകാശിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുവരെ ഇല്ലാത്ത പല ഐഡിയാസ്, നോളജ്, നോഹൗ ഇതൊക്കെ ഉണ്ടായി വരും. ഒരു കാര്യം എങ്ങനെ ചെയ്യണം, നിങ്ങളുടെ ആ ബുദ്ധി തന്നെ, നിങ്ങളുടെ ബുദ്ധി തലം തന്നെ മാറും. അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയും നാൾ ചെയ്ത് എന്നെല്ലാം മണ്ടത്തരങ്ങളായിരുന്നു, അല്ലെ എന്നെല്ലാം അബദ്ധങ്ങളായിരുന്നു, എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കും. പിന്നെ അതുപോലെ തന്നെ സമ്പത്തും വരും. സൂര്യനെ വിളിക്കുന്നതുകൊണ്ട് സമ്പത്തും വരും. മാത്രമല്ല സകല ദുരിതങ്ങൾ മാറി നിൽക്കും. വീട്ടിലെ എല്ലാ ദുരിതങ്ങളും മാറി നിൽക്കും, കലഹങ്ങൾ മാറി നിൽക്കും. അപ്പം ഇതെല്ലാം പിതൃപ്രീതി കൂടെ ഉണ്ടാകുന്നതുകൊണ്ടാണ്, സൂര്യനെ വന്നിക്കുന്നതുകൊണ്ട് പിതൃപ്രീതിയും കൂടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളത്. മുരുകനെ വന്ദിക്കണം. അത് നിങ്ങൾ കേട്ടു. ഞാനീ പറഞ്ഞു തരുന്ന രഹസ്യങ്ങൾ ഇത് ലോകത്ത് ആരും പറഞ്ഞു തരുന്നില്ല. മുരുകനെ വന്ദിക്കണം പിതൃപ്രീതിക്ക്. എന്തുകൊണ്ടാണ് മുരുകനെ വന്ദിക്കുന്നത്? മുരുകൻ ലോകഗുരുവ, പരമഗുരുവ. മുരുകൻ ബ്രഹ്മം തന്നെയാണ്. ഒരു ഗുരുവിനെ നമ്മളെ വഴികാട്ടാൻ പറ്റും. മുരുകൻ സർവേശ്വരനുമാണ്. ഒരു ഈശ്വരന് നമ്മളെ വഴികാട്ടാൻ പറ്റും. അപ്പം നമ്മൾക്ക് ജീവിതത്തിലെ ഈ എന്തു ചെയ്താലാണ് പിതൃപ്രീതി ഉണ്ടാകുന്നത്, അതിലേക്ക് നമ്മളെ ആ മഹാഗുരു നയിക്കും, അല്ലെ പരമേശ്വരനായ സർവേശ്വരനായ മുരുകൻ നമ്മളെ നയിക്കും. പിന്നെ ഗുരുക്കന്മാരുടെ സമാധികളിൽ, അതായത് ജെനുവിനായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഗുരുക്കന്മാരുടെ സമാധികളിൽ നമ്മൾ പോയി അവിടെ ഇരുന്ന് നമ്മൾ അവിടെ ധ്യാനിക്കുക, അവിടെ നമ്മളൊരു നെയ്വിളക്ക് തെളിയിച്ചു വെക്കുക, നമ്മളെ വഴി കാട്ടണമെന്ന് പറയുക. ആ ഗുരുക്കന്മാർക്ക് നമുക്ക് പിതൃപ്രീതിക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നുള്ളതിലേക്കാണ് നമ്മളെ നയിച്ചോളുക അവരെ. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ പിതൃപ്രീതി കൊണ്ടുള്ള ഒരു ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ പിതൃപ്രീതി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ അപ്പോഴാണ് നമുക്ക് അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടായി വരുന്നത്. നമ്മളൊരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. നമ്മൾ പല ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പം പലരും കണ്ടിട്ടില്ല, പല തട്ടിപ്പുകളിൽ, സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുന്നു. ഇതൊക്കെ കർമ്മദോഷവും കൊണ്ടാണ്, ബുദ്ധി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ഈ പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കും. നമ്മളെ ആർക്കും അങ്ങനെ ഒരു തട്ടിപ്പുകളിൽ കൊണ്ട് ചാടിക്കുക അതൊന്നും പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സം വരും അതിന്. ഇതെല്ലാം ഈശ്വരാധീനം ഉണ്ടാകും, മാറിപ്പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുക. ഞായറാഴ്ച കൃഷ്ണനെയും ശിവനെയും ശിവക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ പോകുന്നതും പിതൃപ്രീതി പെട്ടെന്നുണ്ടായി വരും ഞായറാഴ്ചകളിൽ. അത് ഈ ഞായറാഴ്ച പോകുന്നവർക്കറിയാം. ഇപ്പം ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോകുന്നവർ കൃത്യമായിട്ട് ശിവക്ഷേത്രത്തിൽ പോകും. ഞായറാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നവർ അത് കൃത്യമായിട്ട് അവർക്കറിയാം. അവരുടെ ജീവിതത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. കാരണം ഈ പിതൃപ്രീതി തന്നെയാണ്. ഞായറാഴ്ച ശിവനെ വണങ്ങിയാൽ പിതൃപ്രീതി ഉണ്ടാകും. ഞായറാഴ്ച കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ വണങ്ങിയാലും പിതൃപ്രീതി ഉണ്ടാകും. കറുത്തവാവിന് ഭദ്രകാളിയെ വണങ്ങിയാലും പിതൃപ്രീതി ഉണ്ടാകും. ഇതൊക്കെ അതുപോലെ തന്നെ ഞായറാഴ്ച മുരുകനെ വണങ്ങിയാലും ആ പിതൃക്കളുടെ അനുഗ്രഹവും സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകും. എല്ലാവരും വണങ്ങേണ്ട ഒരു ദേവത തന്നെയാണ് മുരുകൻ, കേട്ടോ. മുരുകൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും മുരുകനെ വണങ്ങണം. മുരുകനില്ലാതെ ഒരു വിദ്യയില്ല, മുരുകനില്ലാതെ ഒരു അറിവില്ല, മുരുകനില്ലാതെ ഒരു ജ്ഞാനമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? മുരുകൻ പിറവിയെടുത്തത് ഭഗവാൻ ശിവന്റെ ചൈതന്യത്തിൽ നിന്നാണ്, ഒരിക്കലും ഗർഭപാത്രത്തിൽ നിന്നല്ല. ചൈതന്യമാണ് മുരുകൻ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ്, ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. സുബ്രഹ്മണ്യൻ ഭഗവാൻ ജ്ഞാനമാണ്. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിനകത്ത് എല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതം മാറാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാൻ ജ്ഞാനമാണ്. ഭഗവാൻ സർവത്തിൻ്റെ അധിപനാണ്, ശിവൻ തന്നെയാണ്, ആദിശക്തി തന്നെയാണ്, എല്ലാമാണ് മുരുകനെ വണങ്ങണം. അതുപോലെ വിനായകനെ വണങ്ങണം. വിനായകൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ദേവതയാണ് വിനായകൻ. വിനായകനെ വണങ്ങുമ്പോൾ തൊട്ട് അതിപ്പം പിന്നെ ഞാൻ പറഞ്ഞിട്ട് വിനായകൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ തന്നെ മാറ്റങ്ങൾ ഓൾറെഡി ആയി തുടങ്ങി. ശരിയായിട്ട് ചെയ്യുന്നവർക്ക്, മനസ്സിലാക്കി ചെയ്യുന്നവർക്ക്, ഭക്തിയോടെ ചെയ്യുന്നവർക്ക് ഓൾറെഡി മാറ്റങ്ങൾ ആയി തുടങ്ങി പല കാര്യങ്ങളും. പലരും വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. വിനായകനെ വണങ്ങണം. വിനായകൻ എന്ന് പറഞ്ഞാൽ വിനായകനെ പ്രഥമ പൂജനീയനാണ്. ഭഗവാനെ വണങ്ങിക്കഴിയുമ്പോൾ ഭഗവാൻ നമുക്ക് എല്ലാത്തിനും തടസ്സം മാറ്റിത്തരും. അപ്പം പിതൃപ്രീതിക്കുള്ള വഴി ഒരുങ്ങും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ. ഭഗവാൻ നമ്മുടെ മൂലാധാരത്തിൽ ആണ് വസിക്കുന്നത്. നമ്മുടെ മൂലാധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗമായ മൂലാധാരം, അതിൻ്റെ അകത്താണ് നമ്മളുടെ എല്ലാ വികാരങ്ങളും ഉറങ്ങിക്കിടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയ, കുശുമ്പ്, വിദ്വേഷം, നിരാശ, അമിതമായ സന്തോഷം, ഈ വികാരങ്ങളെല്ലാം ഒരു ബാലൻസ് ഇല്ലാതെ ഈ വികാരങ്ങളും പിന്നെ നമ്മളുടെ ഇതൊക്കെ ഒരു അമിതമാകുമ്പോഴാണ് ജീവിതം തന്നെ എല്ലാ കാര്യങ്ങളും പരാജയം ഉണ്ടാകും.
അപ്പോൾ മൂലാധാരത്തിലെ ആ ഗണപതിയെ വിനായകനെ വണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൂലാധാരത്തിലെ ആ എനർജി നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പം തന്നെ പിതൃപ്രീതി വരാനുള്ള മാർഗങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ തന്നെ എത്തപ്പെടും. പിതൃക്കളുടെ അനുഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പം അറിയാതെ ചെയ്യുന്ന ഒരു അന്നദാനമായിരിക്കും, അല്ലെ അറിയാതെ ആരെങ്കിലും സഹായിക്കുന്നതായിരിക്കും, അല്ലെ നിങ്ങളൊരു വസ്ത്രദാനം ചെയ്യുന്നതായിരിക്കും, അല്ലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പിതൃപ്രീതി ഉണ്ടാവില്ല, അല്ലെ നിങ്ങൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോകുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഞായറാഴ്ച ചിലപ്പോൾ അറിയാതെ കൃഷ്ണക്ഷേത്രത്തിൽ പോയെന്നിരിക്കും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വിനായകനെ വണങ്ങിക്കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാകും. അതിന് നിങ്ങൾ ഓം വിനായകായ നമഃ എന്ന് ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ ജപിച്ചാൽ മതി, വിനായകരെ പ്രണാമം എന്ന് പറഞ്ഞാൽ മതി, ആ മൂലാധാരത്തിൽ ഇരിക്കുന്ന ഗണപതി പ്രവർത്തിച്ചോളും എന്നുള്ളതാണ്. മൂലാധാരം എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് ഇരിക്കുന്ന ഒരു ഭാഗമാണ് മൂലാധാരം. ആ മൂലാധാരത്തിലെ ചക്രാസ ഊർജ്ജ കേന്ദ്രങ്ങളാണ്. ഇവിടെ വലിയ ചക്രമൊന്നുമല്ല, ഊർജ്ജ കേന്ദ്രങ്ങളാണ്, എനർജി പോയിന്റ്സ് ആണ്. അതാണ് മൂലാധാരം. ഇപ്പം നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണും മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെ ചക്രാസ് കാണും. അതിൽ ഏറ്റവും താഴത്തെ ചക്രമാണ് മൂലാധാര ചക്രം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, നമുക്ക് പരിവർത്തനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ഇപ്പം പണ്ടൊരു കഥയുണ്ടല്ലോ പാക്കനാരുടെ. പാക്കനാർ ദിവ്യനായിരുന്നു കേട്ടോ. പാക്കനാർ ദിവ്യനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കനാർ മാത്രമേ ദിവ്യൻ ഉള്ളെന്നല്ല ഞാൻ പറയുന്നത്, പാക്കനാർ ദിവ്യന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു. കാരണം പാക്കനാർ ഈ തീർത്ഥയാത്ര പോകുന്നവർക്ക് ചൊരയ്ക്ക കൊടുത്തു വിട്ടു. ചൊരയ്ക്ക കൊടുത്തു വിട്ടിട്ട് ഓരോ പുണ്യ സ്ഥലങ്ങളിൽ നിങ്ങൾ മുക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവസാനം ഇവിടെ വന്നിട്ട് ആ ചൊരയ്ക്ക കറി വെച്ചിട്ട് അതിൻ്റെ ആ കമർപ്പല്ലേ, ആ ചൊവ പോയില്ല. അപ്പോൾ അത് ഈ പുള്ളി പറഞ്ഞു തരുന്ന വലിയൊരു തത്വം എന്താണെന്നറിയോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾ മാറത്തുള്ളൂ. അതിൽ പ്രധാനമാണ് ഈ ചക്രാസ്. ഈ ചക്രാസിൽ തന്നെ വളരെ പ്രധാനമാണ് മൂലാധാരം. അപ്പോൾ അവിടെ ഒക്കെ ഉള്ളിലൊരു മാറ്റം ഉണ്ടാകുമ്പോഴേ നിങ്ങൾ ശരിക്കും മാറത്തുള്ളൂ. വെളിയിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ അനുഭൂതി, ഗുണങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും നമ്മൾ അടിസ്ഥാനപരമായി വലിയൊരു മാറ്റത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ മാറ്റം ഉണ്ടാകണം, ഉള്ളിലെ ചക്രാസിൽ മാറ്റം ഉണ്ടാകണം. അപ്പോൾ ഈ വിനായകനെ വിളിക്കുന്നത് നിങ്ങളുടെ മൂലാധാരത്തിലെ ചക്രാസ് പോസിറ്റീവ് ആകാൻ ഉപകരിക്കുക, അവിടുത്തെ എനർജി. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. അതുകൊണ്ട് പിതൃപ്രീതിക്കാണെങ്കിലും വിനായകരെ നമ്മൾ ആദ്യം വണങ്ങണം, മുരുകനെ വണങ്ങണം. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് വസ്ത്രം കൊടുക്കുക, അവർക്ക് ദക്ഷിണ കൊടുക്കുക, അവരെ കാലത്തോട്ട് വന്ദിക്കുക, അവരുടെ കൂടെ അല്പനേരം ഇരുന്ന് ചെലവഴിക്കുക, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അതുപോലെ വൃദ്ധരെ സഹായിക്കുക, അതുപോലെ വൃദ്ധസദനങ്ങളിൽ നമുക്ക് പറ്റുന്ന അന്നദാനങ്ങൾ ചെയ്യുക. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. കറുത്തവാവിന് ഭദ്രകാളിക്ക് കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ട് ചെയ്യാം, കറുത്തവാവിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ജീവിതത്തിൽ പിതൃപ്രീതി നൽകുന്ന കാര്യങ്ങളാണ്. ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക, ഞായറാഴ്ച കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക, ഇതെല്ലാം പിതൃപ്രീതി നൽകുക. മുരുകനെ വന്ദിക്കുക, ഗുരുക്കന്മാരുടെ സമാധികളിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അതൊക്കെ നമ്മളെ പിതൃപ്രീതിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിൻ്റെ ഒരുപാട് മെസ്സേജുകൾ വന്നു. അപ്പം ഞാൻ രാവിലെ ഇരുന്നിട്ട് ഉച്ച വരെ ഇരുന്നിട്ട് നോക്കിയപ്പോഴാണ് മെസ്സേജുകൾ തീർന്നത്. അതുപോലെ മെസ്സേജ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സന്തോഷമേ തോന്നിയുള്ളൂ. കാരണം എത്രയോ വർഷങ്ങളായിട്ടുള്ള ആളുകൾ, നമ്മൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, എത്രയോ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മാറ്റമുണ്ടായ ആളുകൾ, അവരുടെ സ്നേഹമാണ് അവർ പുതുവർഷത്തിൻ്റെ മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാ മെസ്സേജുകളും നോക്കി. രാവിലെ ഇരുന്നിട്ട് ഉച്ച കഴിഞ്ഞത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 3-4 മണിക്കൂറോളം വാട്സപ്പിൽ തന്നെ മെസ്സേജ് നോക്കാൻ തന്നെ എടുത്തു. പക്ഷേ എനിക്ക് സന്തോഷമുള്ളൂ. വേറെ കാര്യമൊന്നും ചെയ്യാൻ പറ്റിയില്ലേ പോലും. കാരണം അവരുടെ സന്തോഷമാണ്, അവരുടെ സ്നേഹമാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു, പുതുവത്സര ആശംസയെ. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാവർക്കും ഞാൻ തിരിച്ചും മെസ്സേജ് ചെയ്യുന്നു, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാവർക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട എല്ലാവർക്കും ചെയ്യുന്നു. പിന്നെ അത് വളരെ സന്തോഷം തോന്നി എനിക്ക്. കാരണം അത് അവരുടെ സന്തോഷമാണ് ഞാനുമായിട്ട് പങ്കിടുന്നത്. എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. വീഡിയോ കാണുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, പല മാറ്റങ്ങളും ഉണ്ടാകുന്നു, എനിക്ക് മെസ്സേജ് ചെയ്യുന്നു, ഒക്കെ നമുക്കത് സന്തോഷമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരും മെസ്സേജ് ചെയ്ത എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു അനുഗ്രഹമാണ് കേട്ടോ. നർപ്പവി എന്ന് പറഞ്ഞാൽ സിദ്ധമന്ത്രമാണ്, കാകാവിശ്വണ്ടൻ്റെ മന്ത്രം. നല്ലത് ഭവിക്കട്ടെ എന്ന അർത്ഥം, അതിന് ശക്തിയുള്ളതാണ്. ഓം നർപ്പവി നർപ്പവി നർപ്പവി. എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ അത് എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാവരും നല്ല കാര്യങ്ങളെ അറിയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.